ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ എക്സസൈസിൻ്റെ 5ാമത്തെ ദിനമാണ്. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ സീരീസ് എന്ന് പറയുന്നത് പുതുതായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പെയ്ഡ് ചെയ്തു വരുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒരു 10 ദിവസം മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കൊടുക്കാറ്. അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തു. ചിലക്കെങ്കിലും 5ാമത്തെ ദിവസമാകുമ്പോൾ ശരീരത്തിന് നല്ല വേദന ഉണ്ടായിരിക്കാം, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വേദന ഉണ്ടായിരിക്കാം. എന്നാലും ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ശരീരവേദന മുഴുവൻ അത് മാറും. എന്ത് ചെയ്യാം? അപ്പോൾ ആ സമയം എന്ത് ചെയ്യുക? ഒരിക്കലും നിർത്താൻ പാടില്ല. മടുപ്പ് കൂടാതെ നല്ല എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസാണ്, എല്ലാ ദിവസവും മടുപ്പ് കൂടാതെ എക്സസൈസ് ചെയ്യണം. ഇതൊരു മൈൻഡ് സെറ്റാണ്. എക്സസൈസിൽ ഈ എക്സസൈസിന് ഇപ്പോൾ ഒരു 20% ബാക്കി 80% മൈൻഡ് സെറ്റ് ശരിയാണ്. മൈൻഡ് സെറ്റ് ശരിയാകാന്ന് പറഞ്ഞാൽ മടുപ്പ് കൂടാതെ എക്സസൈസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ഈ പേയ്മെൻറ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മോട്ടിവേഷൻ നമ്മൾ കൊടുക്കാറുള്ളത്. ഈ മോട്ടിവേഷൻ നമുക്ക് 10 ദിവസം നിങ്ങൾ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഏത് സമയത്താണോ മോട്ടിവേഷൻ കമ്മി തോന്നുന്നത് വീണ്ടും 1ാമത്തെ ക്ലാസ് മുതൽ തുടർന്ന് കേൾക്കുക. അപ്പം ഈ ക്ലാസ് കേൾക്കാൻ ഒരു എക്സസൈസ് ചെയ്യാൻ ഒരു മോട്ടിവേഷനും ഒരു സുഖം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നോക്കാം. പിന്നെ ചില ആളുകളെങ്കിലും ചില ക്ലാസ്സുകളിൽ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. സ്കിപ്പ് ചെയ്യരുത്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. എക്സസൈസിനെ പറ്റി എത്രയേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ട. ഒരു ദിവസം അരമണിക്കൂർ, ആഴ്ചയിൽ 5 ദിവസം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു 3 ദിവസം എക്സസൈസ് ചെയ്യുക, ഒരു ദിവസം റെസ്റ്റ്, 3 ദിവസം എക്സസൈസ് ചെയ്യുക, ഒരു റെസ്റ്റ് രീതി. ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസെപ്റ്റ് വരുന്നത് നമുക്ക് ഈ തടി കൂടുക തടി കുറയുക അതിൻ്റെ സയൻസ് അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളിങ്ങനെ തടി കൂടുന്നത്, ഈ തടി കൂടിയ ആൾക്കാരെ മെലിയെന്ന് നോക്കാം. നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ മലയാളിയുടെ ഭക്ഷണ രീതിയിൽ ഒരു ദിവസം 5 നേരം ഭക്ഷണം. ഞാൻ പറഞ്ഞു, രാവിലെ 10 മണിക്ക്, ഉച്ചക്ക് 4 മണിക്ക്, രാത്രി. ഈ 5 നേരവും നമ്മൾ അരി ഭക്ഷണം, അരി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ആമാശയത്തിലെത്തുകയാണ്. അപ്പോൾ എന്തായാലും ഈ 5 നേരത്തെ ഭക്ഷണം നമുക്ക് ഈ അകത്തേക്ക് ചെല്ലുമ്പോൾ അമിത ഭക്ഷണമായിട്ട് വരിക. കിടക്ക് ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, നമുക്ക് 3 രീതിയിൽ ഭക്ഷണം കഴിക്കാം. ഒന്ന് കുറച്ച് കഴിക്കാം, രണ്ടാമത്തത് പാകത്തിന് കഴിക്കാം, മൂന്നാമത്തത് അമിത ഭക്ഷണം. ഈ കുറച്ച് പാകത്തിന് അമിതം, ഇത് മലയാളിൻ്റെ ഭക്ഷണം എന്തായാലും ഭൂരിപക്ഷം എന്തായിരിക്കും? അമിത ഭക്ഷണമായിരിക്കും. കാരണം 5 നേരം ഭക്ഷണം കഴിക്കുന്നത്. ഈ 5 നേരം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ഭൂരിപക്ഷം മലയാളികളും അവർക്ക് കായികാധ്വാനങ്ങൾ കൂടുതൽ അധ്വാനം ചെയ്യില്ല. വീട്ടിലിരിക്കുന്ന ആളുള്ള ഭൂരിപക്ഷം ആളുകളും. പിന്നെ വളരെ കുറച്ച് ആളുകൾ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കഠിനമായ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഭക്ഷണം കഴിച്ച പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഊർജ്ജം ആവശ്യം വരും. അത് കണ്ട് നമ്മൾ 5 നേരം ഭക്ഷണം കഴിച്ച എന്താ അവസ്ഥ? അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഒരു ശരാശരി ഒരു വ്യക്തി കേരളത്തിൽ 5 നേരം ഭക്ഷണം കഴിക്കാം. ആമാശയത്തിലെത്തി ദഹിച്ചു കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും? ഊർജ്ജം, ഗ്ലൂക്കോസും വൈറ്റമിൻസൊക്കെ ഊർജ്ജം ശരീരം വലിച്ചെടുക്കും, ശരീരത്തിനകത്തേക്ക് വലിച്ചെടുക്കും. ബാക്കിയുള്ളത് വേസ്റ്റ്, മലോ മൂത്രയിൽ തള്ളും. അപ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് വൈറ്റമിൻസും ഗ്ലൂക്കോസും വലിച്ചെടുത്തു. ഈ വൈറ്റമിൻസും ഗ്ലൂക്കോസും ശരീരത്തിൽ എന്തിനാണ് ഉപയോഗിക്കുക? നമുക്ക് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നടക്കണം, കുറേ ജോലി ചെയ്യണം, കുറേ സ്ഥലത്ത് പല ജോലിയും ചെയ്യണം. ഈ ജോലിക്കൊക്കെ ഊർജ്ജം വേണം. അപ്പം എൻ്റെ കൈ അങ്ങനെ ഇളക്കുന്നതിൽ ഊർജ്ജം വേണം. അപ്പം എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട ഊർജ്ജം എടുക്കും. ബാക്കി വരുന്ന ഊർജ്ജം ശരീരം എന്ത് ചെയ്യും? നാളേക്ക് വേണ്ടി കൊഴുപ്പ് രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. കൊഴുപ്പ് രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഇറച്ചിക്കും തൊലിക്കും ഇടയിലായിരിക്കും. അതായത് നമ്മൾ പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗത്തൊക്കെയാണ് അത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക. ഇത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് നെയ്യ് എന്നാണ് പറയാം. ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഒരു ബീഫ് വാങ്ങുമ്പോൾ നമുക്കറിയാം, ബീഫിന്മേ ഇറച്ചി ഉണ്ടാകും, നെയ്യിൻ്റെ പീസ് ഉണ്ടാകും. നെയ്യ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണത്. അത് എന്ത് ചെയ്യുക? ഒരു ഊർജ്ജത്തിൻ്റെ പാക്കറ്റാണ്. എന്നാൽ ഈ ശരീരത്തിൽ നമ്മൾ എല്ലാവരുടെ ശരീരത്തിലും കൊഴുപ്പുണ്ടാവും. കാരണം കൊഴുപ്പിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് റിസർവ് ഫുഡാണ്. നമ്മളൊരു 4, 5, 6 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മരിക്കാൻ പാടില്ല. അപ്പോൾ 4, 5 ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാതെ വന്നാൽ നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് കൊഴുപ്പ് ശരീരം തിരിച്ചെടുക്കുകയും ഗ്ലൂക്കോസാക്കി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യും. അതിനാണ് ഇതിൻ്റെ സംവിധാനം. എന്നാൽ മലയാളിൻ്റെ ഭക്ഷണം 5 നേരം ഭക്ഷണം ഒരുപാട് ഊർജ്ജം നമ്മൾ ശരീരത്തിൽ എത്തുന്നുണ്ട്. വളരെ കുറച്ച് ഊർജ്ജം ശരീരത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ഊർജ്ജം ശരീരം കൊഴുപ്പ് രൂപത്തിൽ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. ഇനി എല്ലാവരും ചെയ്യേണ്ടത്, എല്ലാവരും അവനവൻ്റെ വയറൊന്ന് പിടിച്ച് നോക്കും, വയറിൻ്റെ സൈഡ് പിടിച്ച് നോക്കും. നല്ല കട്ടിയില്ലേ? നല്ല കട്ടി ഉണ്ടാവും. ഈ കട്ടിയാതെ ഇറച്ചിയല്ല, ഇറച്ചി കുറച്ചുണ്ട്, ബാക്കിയൊക്കെ നെയ്യാണത്, കൊഴുപ്പാണത്. കാരണം ഈ ശരീരത്തിൽ ആദ്യം നെയ്യ് വെക്കുക വയറിൻ്റെ ഭാഗത്താണ്, പിന്നെ ബാക്ക് ഭാഗത്ത് വെക്കും,
പിന്നെ പുറത്ത് വെക്കും, പിന്നെ കാലിൻ്റെ തൊടയിൽ വെക്കും, പിന്നെ കയ്യുമ്മ വെക്കും, ചിലർക്ക് മുഖമൊക്കെ തടിച്ചിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന അമിത ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നുകൂടെ പറയാം, ഭക്ഷണം കഴിച്ചു, ദഹിച്ചു, ശരീരം ഊർജ്ജം മുഴുവൻ എടുത്തു, വേസ്റ്റ് മലമൂത്രം പുറത്ത് തള്ളി, ഈ എടുത്ത ഊർജ്ജം ശരീരം എന്ത് ചെയ്തു, രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഊർജ്ജം, ശരീരത്തിന് വേണ്ട ഊർജ്ജം എടുത്തു, ബാക്കി വരുന്ന ഊർജ്ജം ശരീരം എന്ത് ചെയ്യും, നാളേക്ക് വേണ്ടി ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചു. അതാണ് ഈ എന്നും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഏകദേശം നമ്മുടെ മലയാളി ശരീരത്തിൽ എന്നും ഊർജ്ജം കൂടുതലാണ്. അപ്പോൾ എല്ലാ ഊർജ്ജം ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ ഏറെ അധികം വെച്ച് നമ്മളിങ്ങനെ ഘട്ടം ഘട്ടമായി തടിയന്മാരെ വന്നു. ഇതാണ് തടി കൂടാനുള്ള സയൻസ്. അപ്പോൾ മെലിയാനുള്ള സയൻസ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സിമ്പിളാണ്. എന്ത് ചെയ്യുക, നമ്മൾ 5 നേരത്തെ ഭക്ഷണത്തിന് പകരം ഒരു 3 നേരം ഭക്ഷണമാക്കി മാറ്റാം. നമ്മൾ ഭക്ഷണ രീതിയിലോ കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മളെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, നമ്മളെ ആപ്പ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന ആപ്പിൽ റെക്കോർഡ് ക്ലാസ് ഭക്ഷണ രീതി പറയുന്നത് ശ്രദ്ധിച്ച് നോക്കി വെച്ചും പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 5 നേരത്തെ ഭക്ഷണത്തിന് പകരം 3 നേരം ഭക്ഷണം കഴിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ശരീരത്തിന് അകത്തേക്ക് വരുന്ന ഊർജ്ജത്തിൽ കമ്മി വന്നു. പിന്നെ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഇനി നമുക്ക് ഈ മെലിയുന്ന സയൻസിനെ നോക്കാം. നമ്മൾ 5 നേരത്തെ ഭക്ഷണം പറഞ്ഞല്ലോ, അത് 5 നേരത്തെ ഭക്ഷണം അമിത ഭക്ഷണമാണ്. അത് ബോധപൂർവം 3 നേരത്തെ ഭക്ഷണമാക്കി മാറ്റുക. 3 നേരം എന്ന് പറഞ്ഞാൽ രാവിലെ, ഉച്ചക്ക്, വൈകിട്ട്. രാവിലെ പാകത്തിന് അധികം കൊണ്ട് കുറയും കൊണ്ട് പാകത്തിന്. ഉച്ചക്ക് ചോറ് വളരെ കുറച്ച്, പിന്നെ കൂട്ടാൻ അല്ലെങ്കിൽ പച്ചക്കറികൾ, പഴങ്ങളോ പച്ചക്കറികളോ ഇറച്ചിയോ മീനോ കൂടുതൽ കഴിച്ചോ വയറ് നിറച്ചോ നോ പ്രോബ്ലം, ചോറ് അധികം കഴിക്കരുത്. പിന്നെ വൈകുന്നേരത്തെ ഫുഡ് മെല്ലെ സ്കിപ്പ് ചെയ്തിട്ട് മെല്ലെ ഒരു ജ്യൂസിലേക്ക് മാറുക. അപ്പം 3 നേരം ഭക്ഷണം ആയില്ലേ. അപ്പം ഇങ്ങനെ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അകത്തേക്കുള്ള ഊർജ്ജത്തിൽ കമ്മി വന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം അരമണിക്കൂർ എക്സസൈസ് ചെയ്യാം. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ഊർജ്ജം അങ്ങനെ നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, ശരീരത്തിൽ ഊർജ്ജം നല്ല കമ്മി വരും. ശരീരത്തിൽ ഊർജ്ജം കമ്മി വന്നു എന്നുള്ള വിവരം ശരീരത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും, നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ കൊഴുപ്പിനെ തിരിച്ചെടുത്തിട്ട് ഗ്ലൂക്കോസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഉപയോഗിക്കും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുക, മെലിയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ 5 നേരത്തിൽ നമ്മൾ മെലിയുന്ന സയൻസ്, നമ്മൾ 5 നേരത്തെ ഭക്ഷണത്തിന് പകരം 3 നേരം ഭക്ഷണമാക്കി. അപ്പോൾ ശരീരത്തിലേക്ക് അകത്തേക്കുള്ള ഊർജ്ജം കമ്മിയായി. പിന്നെ എക്സസൈസ് ചെയ്യും, ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് ഊർജ്ജം അങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ടോട്ടലി വരുമ്പോഴത്തേക്കും ശരീരത്തിൽ ഊർജ്ജം കമ്മി വന്നു, കുറച്ച് ഊർജ്ജം നഷ്ടപ്പെട്ടു. അപ്പോൾ ശരീരത്തിൽ നല്ല ഊർജ്ജത്തിൻ്റെ ഷോർട്ടേജ് കമ്മി വരും. അപ്പോൾ കമ്മി വന്നില്ല വിവരം ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ തലച്ചോറ് എന്ത് ചെയ്യും, നേരെ വിവരം കൊടുക്കും. നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കൊഴുപ്പിനെ തിരിച്ചെടുത്തിട്ട് ഗ്ലൂക്കോസാക്കി ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ നമ്മുടെ തടിയിലെ സംഭവങ്ങളൊക്കെ, ഈ വയറിലെ ഫാറ്റൊക്കെ എന്ത് ചെയ്യും, ഘട്ടമായിട്ട് അത് ഉരുകി എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് രൂപത്തിലേക്ക് മാറി ശരീരം തിരിച്ചുപയോഗിക്കും. ഇതാണ് മെലിയ എന്നുള്ള സയൻസ്. ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും, തടീൻ്റെ സയൻസ്, മെലിയുന്ന സയൻസ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കേരളത്തിൽ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, ഈ എക്സസൈസ് ചെയ്യാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും, പല മരുന്ന് കഴിക്കും. ഈ മരുന്ന് കഴിച്ചാൽ ഭയങ്കര സൈഡ് എഫക്റ്റ് വരും. കാരണം ഈ മരുന്ന് അകത്ത് ചെന്നാൽ അതിൻ്റെ നമ്മുടെ കിഡ്നിയോ ലിവറോ പാങ്ക്രിയാസോ ഒക്കെ ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മെലിയണം, വളരെ സിമ്പിൾ, ഫുഡ് കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക. അപ്പോൾ ഘട്ടമായിട്ട് മെലിഞ്ഞ് വരും. അപ്പം മനസ്സിലായിട്ട് ഏകദേശ ധാരണ ഇനി ചെയ്യേണ്ടത്. പിന്നെ മെലിയ എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് മെലിയുന്ന സംഭവമല്ല. അത് ആളുകളൊക്കെ വ്യത്യസ്തരാണ്. ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കും, ചിലർക്ക് കുറച്ച് വേഗതയിൽ മെലിയാം. എന്നിരുന്നാലും ഈ പേയ്മെൻറ്റ് ചെയ്ത 100% ആളുകൾക്കും അത് ഞങ്ങൾ പറയുന്നത് പോലെ, കമ്മ്യൂണിറ്റി പറയുന്നത് പോലെ ഭക്ഷണം കഴിച്ച് പറയുന്നത് പോലെ എക്സസൈസ് ചെയ്താൽ ഒരു 3, 4, 5, 6 മാസത്തിൽ നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ടിനെ കുറിച്ച് ആരും വേവലാതിപ്പെടരുത്. റിസൾട്ടിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്യുക. എന്ത് ചെയ്യും, റിസൾട്ട് നിങ്ങളെ തേടി വരും. റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കരുത്, റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. റിസൾട്ട് ഘട്ടമായി നിങ്ങൾക്ക് അത് വരും. ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ചിലരെന്ത് ചെയ്യുന്നു, സാറേ ഞാൻ മെലിയുന്നില്ല എന്ന് പറയും. എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി പറയുന്ന രീതി കേൾക്കുന്നുണ്ടാവില്ല. അവർ ഒരാഴ്ച എക്സസൈസ് ചെയ്യും, ഒരാഴ്ച ചെയ്യില്ല, സൗകര്യം പോലെ ഫുഡൊക്കെ വലിച്ചു വരി കഴിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് മെലിയാൻ പോകുന്നില്ല. വളരെ സിമ്പിൾ. നല്ല അച്ചടക്കത്തോടെ ഭക്ഷണ രീതി കഴിക്കുക. പട്ടിണി കിടക്കണ്ട, നല്ല പാകത്തിന് ഭക്ഷണം കഴിച്ചോ, പട്ടിണി കിടക്കണ്ട, ഭക്ഷണം കഴിച്ചോ. ഒരു ദിവസം അരമണിക്കൂർ വ്യായാമം ചെയ്താൽ മതി. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്താൽ എന്ത് ചെയ്യും, 100% റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളെ വീടിൻ്റെ അകത്തിരുന്നാണ് എക്സസൈസ് നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മളെ ലൈവ് ക്ലാസ്സിൽ ക്യാമറ കൃത്യമായിട്ടാണ്. നിങ്ങൾക്കറിയാം, എല്ലാ ക്യാമറയിൽ ഈ സൗണ്ടും
എൻ്റെ ചിത്രങ്ങളൊക്കെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. കോച്ച് എക്സസൈസ് ചെയ്യുന്ന ആളെ ചിത്രങ്ങൾ മാത്രമേ കാണുള്ളൂ കേട്ടോ. അത് നമ്മുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. മറ്റേ എല്ലാവരും നമ്മൾ ഈ ക്ലാസ്സുകളിൽ ജെൻസും ലേഡീസും ഒരുപാട് ആളുകളുണ്ട്. അതും ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്നുള്ള മലയാളികളുണ്ട്. അപ്പോൾ അതിന് സൗകര്യത്തിന് വേണ്ടി ക്യാമറ ലോക്കാണ്, സൗണ്ട് ലോക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കോച്ചിൻ്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ക്ലാസ് എൻജോയ് ചെയ്ത് ക്ലാസ് ചെയ്യുക കോച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് നേരെ ലൈവിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ലൈവിൽ കാണാം. ഓക്കെ.